നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 17. അങ്ങനെ തുടർച്ചയായി ഇന്ന് 5ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എന്തെല്ലാം കാരണങ്ങളാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ നേരിയതാണെങ്കിലും നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കുകയും ചെയ്യാം. മാത്രമല്ല, ഈ കലണ്ടർ മാസം ഇതാദ്യമായിട്ട് 24,300 എന്ന ലെവലിന് താഴെയായിട്ട് നിഫ്റ്റിക്ക് ക്ലോസിംഗ് രേഖപ്പെടുത്തേണ്ടതായിട്ടും വന്നു. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. അതേസമയം ബോർഡർ മാർക്കറ്റ്സിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പിന് ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടും മിഡ് ക്യാപ്പിന് ഗ്യാപ്പ് ഡൗണോട് കൂടിയിട്ടും ഓപ്പൺ ആകേണ്ടതായിട്ടും വന്നിരുന്നു. വെള്ളിയാഴ്ചത്തെ ഓപ്പണിംഗ് ലെവലോ അല്ലെങ്കിൽ ക്ലോസിംഗ് ലെവലോ ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ പോലും നിഫ്റ്റിക്ക് മറികടക്കുവാനായില്ല. എന്നാൽ നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ടും ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയിരുന്ന 100-ഡേ EMA തൊട്ട് മുകളിലായിട്ട്, അതായത് 24,200 എന്ന ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റിക്ക് ഇന്ന് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. പിന്നീട് ഇന്ന് ഉച്ചയ്ക്ക് 1:45 മാർക്കറ്റിന് രാവിലെ ഉണ്ടായിരുന്ന നഷ്ടങ്ങളൊക്കെ തിരിച്ചു പിടിക്കുവാനായെങ്കിലും വൈകുന്നേരം 3:25 ശേഷം CSA ക്ലോസിംഗിന്റെ ഭാഗമായിട്ട് ഏകദേശം 50ഓളം പോയിന്റുകൾ വീണ്ടും നിഫ്റ്റിയിൽ നിന്ന് ചോർന്നു പോയതിനെ തുടർന്ന് 78 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി ക്ലോസിംഗ് രേഖപ്പെടുത്തേണ്ടതായിട്ട് വന്നപ്പോൾ സെൻസെക്സിന് 281 പോയിന്റുകളുടെയും നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നു. അതേസമയം ബാങ്ക് നിഫ്റ്റിക്ക് ഇന്ന് ഫ്ലാറ്റ് ആയിട്ട് 6 പോയിന്റുകളുടെ പോസിറ്റീവ് റോസോടുകൂടി ട്രേഡിംഗും അവസാനിപ്പിക്കുവാനായപ്പോൾ ബോർഡർ മാർക്കറ്റ്സിൽ നിന്നും മിക്സ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാണുവാനായിട്ടും സാധിക്കുക. നിഫ്റ്റി സ്മോൾ ക്യാപ്പിന് 0.36% നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ മിഡ് ക്യാപ്പിന് 14 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. എന്നാൽ ഇന്ന് ഇന്ത്യൻ IT മേഖലയ്ക്ക് ശക്തമായ ഇടിവാണ് നേരിടേണ്ടതായിട്ടും വന്നത്. ഏകദേശം 549 പോയിന്റുകൾ അഥവാ 1.25% ഇടിവോടുകൂടി ക്ലോസിംഗും രേഖപ്പെടുത്തേണ്ടതായിട്ട് വന്നു. മാത്രമല്ല, നിഫ്റ്റി IT ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളും ഇന്ന് നഷ്ടത്തോടുകൂടി തന്നെയാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തത്. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും ആകെ 1419 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടിയും അതേസമയം 1647 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ടാറ്റ സ്റ്റീൽ, HDFC ലൈഫ്, ONGC, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനായപ്പോൾ HCL ടെക്, ഇൻഫോസിസ്, സൺഫാർമ, TCS, നെസ്ലെ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഓട്ടോമൊബൈൽസ്, IT, ഹെൽത്ത് കെയർ, പവർ, FMCG, കെമിക്കൽസ്, ടെലികോം തുടങ്ങിയ മേഖലകൾക്ക് ഇന്ന് നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ബാങ്ക്സ്, ഫൈനാൻസ്, മെറ്റൽ ആൻഡ് മൈനിങ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഇൻഷുറൻസ്, റിയാലിറ്റി, ഏവിയേഷൻ തുടങ്ങിയ മേഖലകൾക്ക് നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് US ഡോളറിനെതിരെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 31 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 95.75 എന്ന ലെവലിലായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തേണ്ടതായിട്ട് വന്നു. ഏകദേശം ഒരാഴ്ചകൾക്ക് മുന്നേ സെബിയുടെ ഭാഗത്ത് നിന്ന് വന്ന നടപടികളെ തുടർന്ന് പുതുതായി നടപ്പിലാക്കപ്പെട്ട CSAയുടെ ഭാഗമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകള് ഇന്ന് ഓഗസ്റ്റ് 17 സെബി മേധാവിയുടെ ഭാഗത്ത് നിന്നും വിഷയങ്ങൾ വിശകലനം ചെയ്തു വരികയാണെന്നും ഉടൻ തന്നെ CSAയുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് അറിയിക്കുമെന്നും ഉള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ വിപണി നിയന്ത്രണങ്ങൾ രൂപീകരിക്കുമ്പോൾ ഓപ്ഷൻസ് ട്രേഡിംഗിന് മാത്രമായി മുൻഗണന നൽകാനാവില്ലെന്നും വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകരെ ആകർഷിക്കുന്നതിലും നിലവിൽ വിപണിയുടെ ഏകദേശം 30% വരുന്ന നിക്ഷേപങ്ങൾ വിപുലീകരിക്കുന്നതിലും കൂടി ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്നുള്ള ആവശ്യകതയും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. Q1 ഏർണിംഗ്സിൽ കമ്പനിയുടെ റവന്യൂവിൽ 40% വർധനവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ടോട്ടിൽമെന്റിന്റെ സ്റ്റോക്ക് പ്രൈസിൽ നിന്ന് 10% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. ഈ അടുത്ത കാലത്തെ റെക്കോർഡ് ഹൈയിലേക്ക് കോപ്പറിന്റെ വില എത്തിച്ചേർന്നതിനെ തുടർന്ന് ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ സ്റ്റോക്ക് പ്രൈസിൽ നിന്ന് 8% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടപ്പോൾ മറ്റുള്ള കേബിൾ വയർ സ്റ്റോക്കുകളിൽ 5% ഉയർച്ചയും ഇൻട്രാഡേ ബേസിസ് അനുഭവപ്പെടുവാനും ഇടയാക്കി. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റില് 32.9% ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് സാഗിൽ പ്രീപെയ്ഡിന്റെ സ്റ്റോക്ക് പ്രൈസിൽ നിന്ന് 20% ലോവർ സർക്യൂട്ടും അനുഭവപ്പെട്ടു. രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിലെ സ്റ്റോക്കിംഗ് ന്യൂസിൽ കണ്ടിരുന്നു ഫിസിക്സ് വാലയുടെ Q1 ഏർണിംഗ്സ്. ഇതില് കമ്പനിയുടെ നെറ്റ് ലോസ് കമ്പനി കുറച്ചു കൊണ്ടുവരുന്നതായിട്ടും ആയതിനാൽ തന്നെ Q1 ഏർണിംഗ്സിന്റെ ഫലമായിട്ട് സ്റ്റോക്കിന് ഇന്ന് 7% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ കൈവരിക്കുവാനുമായി. പിന്നീട് ഇടിവ് നേരിട്ടെങ്കിൽ കൂടിയിട്ടും ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ ജെഫ്രീസിന്റെ ഭാഗത്ത് നിന്നും BSE സ്റ്റോക്കിനെ ഡൗൺഗ്രേഡ് ചെയ്യുക മാത്രമല്ല ടാർഗറ്റ് പ്രൈസും കട്ട് ചെയ്തതിനെ തുടർന്ന് സ്റ്റോക്കിൽ ഇന്ന് 4%
ശതമാനത്തോളം ഇടിവും ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തുടർച്ചയായി അഞ്ചാമത്തെ ട്രേഡിംഗ് സെഷനിലും പതുക്കെയാണെങ്കിൽ കൂടിയിട്ടും ഇടിവ് തുടരുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്നലത്തെ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു, വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വീണ്ടും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇറാന്റെയും യുഎസിന്റെയും പുതിയ തർക്കങ്ങളെ തുടർന്ന് എണ്ണയുടെ വിലയിൽ ഏകദേശം 1.5% ഉയർച്ചയോട് കൂടിയിട്ടാണ് ശനിയാഴ്ച വെളുപ്പിനോടുകൂടി ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കാണുകയുണ്ടായി ബ്രന്റ് ക്രൂഡിന്റെ വില ഫ്ലാറ്റ് ആയിട്ടും സ്ലൈറ്റ്ലി പോസിറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയായിരുന്നെങ്കിൽ കൂടിയിട്ടും, എന്നാൽ അതേസമയം ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഏകദേശം 0.5% ഇടിവും അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് ഇന്ന് വ്യാപാരം പുരോഗമിച്ചപ്പോൾ ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 1.11%, ക്രൂഡ് ഓയിലിന്റെ വില 0.25% ഉയർച്ചയും അനുഭവപ്പെട്ടു. ഇതിനെ തുടർന്ന് ബ്രന്റ് ക്രൂഡിന്റെ വില $89.40 ക്രൂഡ് ഓയിലിന്റെ വില $83.01 per ബാരൽ നിലയിലേക്കും എത്തിച്ചേർന്നു. ആയതിനാൽ തന്നെ വീണ്ടും കുറച്ചേറെ ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം ബ്രന്റ് ക്രൂഡിന്റെ വില 90 എന്ന സൈക്കോളജിക്കൽ ലെവലിന് തൊട്ടടുത്തേക്കായിട്ട് എത്തിച്ചേർന്നത് തന്നെയാണ് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും സാരമായ രീതിയിൽ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കൂടാതെ നമ്മൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ തന്നെ കഴിഞ്ഞ ജൂൺ 17 യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അബ്ബാസ് അരഗാച്ചിയും തമ്മിൽ നടത്തിയ 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് ഇന്ന് വിരാമമാകുന്നതുകൊണ്ട് തന്നെ പീസ് ഡീലുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഡെവലപ്മെന്റ്സുകളൊന്നും തന്നെ കാര്യമായിട്ട് പുറത്തു വരാത്തതും മാത്രമല്ല ഈ കോൺട്രാക്ട് ഇന്ന് അവസാനിക്കുന്നതിനാൽ തന്നെ അനുഭവപ്പെടുന്ന അസ്ഥിരതയും തുടർന്ന് വീണ്ടും ഇന്ന് ഗ്ലോബൽ ക്യൂസ് വീക്കായിട്ട് മാറിയതും കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് 9% ഇടിവ് രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സിൽ ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ 3% ഉയർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു. എങ്കിലും പിന്നീട് ഇന്ത്യ വിക്സിന് കൂൾ ഓഫ് ആകുവാനും സാധിച്ചതിന്റെ ഫലമായിട്ട് 0.1% ഉയർച്ചയോടുകൂടി ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തിയതെങ്കിൽ കൂടിയിട്ടും ഇന്ന് ഇന്ത്യ വിക്സിൽ ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ട വോൾട്ടാലിറ്റിയും എണ്ണയുടെ വില വീണ്ടും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും യുഎസ് ഡോളറിന്റെ ഡിമാൻഡ് ഉയർന്നതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് യുഎസ് ഡോളറിനെതിരെ നേരിടേണ്ടി വന്ന ഏകദേശം 34 പൈസയോളം ഇടിവും ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിന് ക്ഷീണമേൽപ്പിക്കുവാനും കാരണമായപ്പോൾ ടെക്നിക്കലായിട്ടുള്ള ഫാക്ടേഴ്സും ഇന്ന് മാർക്കറ്റിനെ മുന്നോട്ട് പോകാൻ തുണച്ചില്ല. കാരണം ഒരിക്കൽ പോലും ഇന്ന് നിഫ്റ്റിക്ക് 24,500 എന്ന ലെവൽ ഇൻട്രാഡേ ബേസിസിൽ മറികടക്കുവാൻ പോയിട്ട് അതിന് പരിസരത്തേക്ക് എത്തിച്ചേരാനാകാതിരുന്നതും ടെക്നിക്കലിയും മാർക്കറ്റ് ദുർബലതയിലേക്ക് പോകാനും കാരണമായി. എന്നിരുന്നാൽ കൂടിയിട്ടും രാവിലെ ഒരു ഘട്ടത്തില് നിഫ്റ്റിയുടെ PCR അൾട്രാ ബെയറിഷ് ആയിട്ട് മാറിയിരുന്നെങ്കിലും ഇന്ന് ഉച്ചതിരിഞ്ഞ് വീണ്ടും 1 എന്ന ലെവലിന് മുകളിലേക്ക് നിഫ്റ്റിയുടെ PCR കടക്കുവാനുമായി. നിലവിൽ നാളെയുള്ള നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറിൽ ഏകദേശം കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഒരേപോലെയുള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകളാണ് കാണുവാനായിട്ടും സാധിക്കുക. എങ്കിലും ഇന്ന് രാത്രിയോടുകൂടി വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന അപ്ഡേറ്റ്സുകൾ തന്നെയാണ് നാളത്തെ മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കാൻ വേണ്ടി പോകുന്നതും. എസ്പെഷ്യലി നമ്മളൊക്കെ മുൻപ് കണ്ട പോലെ തന്നെ സീസ് ഫയറിന്റെ ഡെഡ് ലൈൻ ഇന്ന് അവസാനിക്കാനിരിക്കെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന നടപടികൾ എന്താണെന്ന് ഉള്ള കാര്യത്തിന് യാതൊരുവിധ ക്ലൂവും ഇതുവരെയും ലോകത്തിന് ലഭിച്ചിട്ടുമില്ല. പ്രത്യേകിച്ച് അപ്ഡേറ്റുകളൊന്നും വന്നില്ലെങ്കിൽ ഇതേ സ്ഥിതി തന്നെ മാർക്കറ്റിൽ തുടരുകയും ചെയ്യും. ആയതിനാൽ തന്നെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സിൽ ശാന്തത തുടരുകയാണെങ്കിൽ അത് ഗ്ലോബൽ മാർക്കറ്റിലും ശാന്തതയ്ക്ക് കാരണമാകും. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ രാവിലെ നമ്മൾ കണ്ട പോലെ തന്നെ നേരിയ നഷ്ടത്തോടുകൂടി തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഏകദേശം 81 പോയിന്റുകളുടെ. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ നിന്ന് മിക്സഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ടും സാധിക്കുക. UK ജർമ്മൻ മാർക്കറ്റുകൾക്ക് ഫ്ലാറ്റ് ആയിട്ട് പോസിറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയും അതേസമയം ഫ്രാൻസ് മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടുമാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് കൊറിയ, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്ക് അവധിയായിരുന്നു. ആകെ ഏഷ്യൻ മാർക്കറ്റ്സിൽ നിന്ന് ഇന്ത്യൻ മാർക്കറ്റിന് മാത്രമേ നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നുള്ളൂ. കൊമോഡിറ്റിയിൽ സ്വർണത്തിന്റെ വിലയിൽ 0.5% അഥവാ $20 ഉയർച്ചയാണ് അനുഭവപ്പെടുന്നതും $4,395.43 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഒത്തിരിയേറെ ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലെ നമ്പർ 1 സ്റ്റോക്കായ HDFC ബാങ്കിന്റെ സ്റ്റോക്കിന് ഏകദേശം 0.5% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായി. അതേസമയം സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റോക്കായ റിലയൻസ് ഇൻഡസ്ട്രീസിന് 0.25% നേട്ടവും ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ കൈവരിക്കുവാനുമായിരുന്നു, ഏകദേശം 80 പോയിന്റുകളുടെ. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. HAL പ്രചന്ത് ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്ററിന് ആവശ്യമായ ഫ്യൂസൽ ജെറ്റ് ഘടകങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ട് അദാനി ഡിഫൻസ് സിസ്റ്റംസ് ആൻഡ് ടെക്നോളജീസ് PEML എന്നിവരുമായിട്ട് പങ്കാളിത്ത കരാറിൽ കമ്പനി ഏർപ്പെട്ടു. ദൂത് ട്രാൻസ്മിഷൻ ഇന്ന്
സ്റ്റോക്ക് IPO പ്രൈസിൽ നിന്നും 38% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി NSE ലിസ്റ്റ് ചെയ്യപ്പെട്ടു മെയിൻ ബോർഡിലേക്ക്. മോൾ ബയോ ഡയഗ്നോസ്റ്റിക്സ് ഇന്ന് IPO പ്രൈസിൽ നിന്നും 21% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി NSEയിലും BSEയിലും മെയിൻ ബോർഡിലേക്ക് ഇന്ന് സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീടും സ്റ്റോക്കിന് ഇൻട്രാഡേ ബേസിസിലും ലിസ്റ്റിംഗിന് ശേഷം നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ഓല ഇലക്ട്രിക് ഊർജ്ജം ലഭ്യമാകുമ്പോൾ സംഭരിക്കുവാനും ആവശ്യമുള്ളപ്പോൾ അത് ഉപയോഗിക്കുവാനും വൈദ്യുതി തടസ്സമുണ്ടാകുമ്പോൾ വീടിന് ഊർജ്ജം നൽകുന്നത് മുതൽ ഗ്രിഡ് തലത്തിൽ പുനരുപയോഗ ഊർജ്ജം കൈകാര്യം ചെയ്യുന്നതുവരെ സഹായിക്കുന്ന ശക്തി എനർജി സ്റ്റോറേജ് പോർട്ട്ഫോളിയോയുടെ വിപുലീകരണം കമ്പനി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിതേഷ് ഇന്റർനാഷണൽ ഉൽപ്പന്നങ്ങൾക്കുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായിട്ട് 7 കോടി രൂപ നിക്ഷേപിച്ചുകൊണ്ട് നിലവിലെ ഉൽപാദന പ്രവർത്തനങ്ങളിൽ 50% വർധനവ് വരുത്തി കമ്പനി തങ്ങളുടെ ഉൽപാദന ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ പദ്ധതി ഇടുന്നുവെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. L&T മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഓഫ്ഷോർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 15,000 കോടി രൂപയുടെ ബൃഹത്തായ ഒരു കരാർ സ്വന്തമാക്കി. ടെക്നോക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഇസ്രായേലിൽ നിന്ന് 20 കോടി രൂപയുടെ പുതിയൊരു പ്രതിരോധ കരാർ കമ്പനിക്ക് ലഭിച്ചു. EMS ജോധ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് ഏകദേശം 129.8 കോടി രൂപയുടെ മൂല്യമുള്ള ഒരു സീവറേജ് പദ്ധതിയുടെ കരാർ കമ്പനി സ്വന്തമാക്കി. ലുപ്പിൻ പകൽ സമയത്തുള്ള അമിത ഉറക്കത്തെ ചികിത്സിക്കുവാൻ ഉപയോഗിക്കുന്ന പിറ്റോലിസൻ ടാബ്ലറ്റുകൾക്ക് US FDAയിൽ നിന്ന് കമ്പനിക്ക് അംഗീകാരം ലഭിച്ചു. അപ്പോളോ മൈക്രോ സിസ്റ്റംസ് 80.83 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ക്യാമ്പസ് ആക്റ്റീവെയർ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ടും പ്രധാന മാനേജ്മെന്റ് ഉദ്യോഗസ്ഥനായും ശ്രീ രാജേഷ് ഠാക്കൂറിനെ നിയമിക്കുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. യെസ് ബാങ്ക് 2020 AT1 റൈറ്റ് ഓഫിന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ബോണ്ട് വിപണിയിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ള റിപ്പോർട്ട്സുമുണ്ട്.